ഡ്രസ്സ് കീറി നിന്ന് സഹോദരിയുടെ നഗ്നത മറയ്ക്കുവാൻ, അവരുടെ മാനം കാക്കുവാൻ തൻ്റെ ഉടുമുണ്ട് ഊരിയെടുത്ത് അവരെ രക്ഷപ്പെടുത്തിയ ശ്രീമാൻ ഷാജി ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ മാതൃകയായി മാറി നിൽക്കുന്നു. എൻ്റെ അമ്മ ഏലിയാമ്മയാണ് എന്നോട് ഈ ശ്രീമാൻ ഷാജിയെ നേരിൽ കണ്ട് ആശംസിക്കുകയും MCR കോട്ടൺ കമ്പനി വകയായിട്ട് 1 ലക്ഷം രൂപ ധനസഹായം ചെയ്യണമെന്ന് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇവിടെ ഷാജിയെ കാണാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ചെയ്ത ഈ പ്രവൃത്തി കൊണ്ട് കേരളമൊട്ടാകെ നിങ്ങളെ ഒരു ഹീറോ ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. നമസ്കാരം. വാഹന അപകടത്തിൽപ്പെട്ട് നടുറോഡിൽ വസ്ത്രം കീറിപ്പോയ യുവതിക്ക് സ്വന്തം ഉടുമുണ്ട് അഴിച്ചു നൽകി നാടിന്റെ ഹീറോയായി മാറിയ തൃപ്പൂണിത്തുറയിലെ ചായ വിൽപ്പനക്കാരൻ ഷാജിയെ ഓർമ്മയില്ലേ? ആ നന്മ മനസ്സിന് ഇപ്പോൾ വലിയൊരു അംഗീകാരം കൂടി തേടിയെത്തിയിരിക്കുകയാണ്. ഷാജിയെയും കുടുംബത്തെയും പ്രമുഖ വസ്ത്ര നിർമ്മാതാക്കളായ MCR ഗ്രൂപ്പ് ആദരിച്ചു. തൃപ്പൂണിത്തുറയിൽ നടന്ന ചടങ്ങിൽ MCR ഗ്രൂപ്പ് ചെയർമാൻ 1 ലക്ഷം രൂപയുടെ ചെക്ക് ഷാജിക്ക് കൈമാറി. കഴിഞ്ഞ ചൊവ്വാഴ്ച തൃപ്പൂണിത്തുറ സ്റ്റാച്യു ജംഗ്ഷനിൽ വെച്ചാണ് നാടിന് തന്നെ മാതൃകയായ ആ സംഭവം നടന്നത്. സ്കൂട്ടർ അപകടത്തിൽപ്പെട്ട് നടു റോഡിൽ വിവസ്ത്രയായ യുവതിക്ക് സ്വന്തം ഉടുമുണ്ടഴിച്ച് നൽകി ഈ ചായ വിൽപ്പനക്കാരൻ മാതൃകയായി. സമയോചിതമായ ഈ ഇടപെടലിലൂടെ അപകടത്തിൽപ്പെട്ട സ്ത്രീയുടെ നഗ്നത മറച്ച് അവരുടെ ആത്മാഭിമാനം സംരക്ഷിച്ച MR ഷാജിക്കാണ് ഇപ്പോൾ ആദരവ് തേടിയെത്തിയിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ വസ്ത്ര നിർമ്മാതാക്കളായ MCR ഗ്രൂപ്പാണ് ഷാജിയെയും കുടുംബത്തെയും ആദരിച്ചത്. തൃപ്പൂണിത്തുറയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ MCR ഗ്രൂപ്പ് ചെയർമാൻ MC റോബിൻ 1 ലക്ഷം രൂപയുടെ ചെക്ക് ഷാജിക്ക് കൈമാറി. ഷാജിയുടെ ഈ മനുഷ്യത്വപരമായ പ്രവർത്തി കണ്ട് അദ്ദേഹത്തെ നേരിൽ കണ്ട് ആദരിക്കണമെന്ന് തൻ്റെ അമ്മ ഏലിയാമ്മയാണ് നിർദ്ദേശം നൽകിയതെന്ന് ചടങ്ങിൽ MC റോബിൻ പറഞ്ഞു. ഇന്ന് നമ്മൾ ഇവിടെ ആദരിക്കാൻ നിൽക്കുന്നത് കേരളീയ ജനതയുടെ മനം കവർന്ന മകാനായ ഒരു വ്യക്തിയാണ് ശ്രീമാൻ MR ഷാജി. നാം ജീവിക്കുന്ന ഈ മണ്ണിൽ പല വിപത്തുകളും അപകടങ്ങളും ദുഃഖവാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുമുണ്ട്. ആ സമയങ്ങളിൽ ചില ആളുകൾ സഹായങ്ങൾ ഒന്നും ചെയ്യാതെ ആ സംഭവത്തിനെ നോക്കി നിൽക്കാറുണ്ട്. ചില ആളുകളോ തൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ എടുത്ത് ആ അപകട ദൃശ്യത്തെ ഷൂട്ട് ചെയ്യുന്ന ആവേശത്തിലും നമ്മൾ കാണാറുണ്ട്. അങ്ങനെ മനുഷ്യത്വം കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ ശ്രീമാൻ ഷാജി അവർ ചെയ്ത ഈ പ്രവൃത്തി ഇപ്പോഴും കേരളത്തിലെ മനുഷ്യത്വം മരിച്ചിട്ടില്ല എന്ന സത്യമായ ഉദാഹരണമായി മാറുന്നു. തൃപ്പൂണിത്തുറ ടൗണിൽ സ്കൂട്ടർ ഓടിച്ചു വന്ന ഒരു സ്ത്രീ ബസ് അപകടത്തിൽ പെടുകയും അവരെ രക്ഷപ്പെടുത്തി എടുത്തപ്പോൾ ഡ്രസ്സ് കീറി നിന്ന് സഹോദരിയുടെ നഗ്നത മറയ്ക്കുവാൻ, അവരുടെ മാനം കാക്കുവാൻ തൻ്റെ ഉടുമുണ്ട് ഊരിയെടുത്ത് അവരെ രക്ഷപ്പെടുത്തിയ ശ്രീമാൻ ഷാജി ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ മാതൃകയായി മാറി നിൽക്കുന്നു. ഈ ന്യൂസ് കേട്ടത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ ഏലിയാമ്മയാണ്
എന്നോട് ഈ ശ്രീമാൻ ഷാജിയെ നേരിൽ കണ്ട് ആശംസിക്കുകയും MCR കോട്ടൺ കമ്പനി വകയായിട്ട് 1 ലക്ഷം രൂപ ധനസഹായം ചെയ്യണമെന്ന് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇവിടെ ഷാജിയെ കാണാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ചെയ്ത ഈ പ്രവൃത്തി കൊണ്ട് കേരളം ഒട്ടാകെ നിങ്ങളെ ഒരു ഹീറോ ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങളെപ്പോലെ അനേകം ഷാജിമാർ ഉള്ളതുകൊണ്ടാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന ഈ കേരളം വീണ്ടും വീണ്ടും ബ്യൂട്ടിഫുൾ പ്ലേസായി മാറിക്കൊണ്ടിരിക്കുന്നു. ഷാജിയുടെ കുടുംബത്തിനും അപകടത്തിൽപ്പെട്ട സഹോദരിക്കും പൂർണ്ണ ആരോഗ്യവും സന്തോഷവും ദീർഘായുസ്സും ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. മനുഷ്യത്വം മരവിച്ചു പോയിട്ടില്ലാത്ത ഒരു സമൂഹത്തിന് വലിയൊരു സന്ദേശമാണ് ഈ സംഭവം നൽകുന്നത്. അപകടത്തിൽപ്പെട്ടവർക്ക് മുൻപിൽ കാഴ്ചക്കാരായി നിൽക്കുന്നവർക്ക് വലിയൊരു പാഠം കൂടിയാവുകയാണ് MR ഷാജി എന്ന ഈ സാധാരണക്കാരൻ. കൊച്ചിയിൽ നിന്നും R. പിയൂഷ്, മറുനാടൻ മലയാളി.